ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് ഞങ്ങളെ സ്കൂളിൽ ആനുവൽ ഡേ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് 2 ഡാൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ് ആണ്. അപ്പോൾ ഉണ്ടല്ലേ, ഞാൻ അത്രയും ഉണ്ടപ്പെട്ടിട്ടാണ് പോണത്. രാവിലെ തന്നെ ആയതുകൊണ്ട് സൗണ്ടിന്റെ എന്തൊരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ഇനി സ്കൂളിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഗൈസ്, സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. മെച്ചിനോട് പറഞ്ഞാണ് വേഗം എത്തണമെന്ന്. അതുകൊണ്ട് മെച്ചി കറക്റ്റ് നേരം വൈകിട്ട് വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഡാൻസ് ഇതാ പകുതി എത്തിയിട്ടുണ്ടായിരുന്നു. ഡാൻസ് രസം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വീഡിയോയിൽ എന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ അത് കോപ്പിറൈറ്റ് വരെ വെച്ചിട്ടാട്ടോ ഈ സോങ് ഞാൻ കൊടുക്കുന്നത്. തോന്നെ ഫ്രണ്ട്സുകളെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാൻ വിചാരിച്ചാട്ടോ. പക്ഷെ മെച്ചി കറക്റ്റ് നേരം വൈകിയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ സാരി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ സാരി എവിടെ നിന്ന് എടുത്താണെന്ന് പറയാൻ പറ്റുമോ? ക്ലൂ ഞാൻ തരാം. അതൊരു ഓൺലൈൻ ആപ്പിൽ നിന്ന് എടുത്താട്ടോ. ഇമ്മച്ചി നേരെ ഇടയ്ക്ക് വന്നുകൊണ്ട് എൻ്റെ സാരി എടുക്കലൊന്നും നേരെ ആയിട്ടില്ല കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ ഓരോരോ ഡാൻസ് ഓരോരോ പാട്ടും കഴിഞ്ഞാണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് അടുത്ത ഡാൻസ് വരുന്നുണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇതൊക്കെ കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഇതൊക്കെയാണ് ഞങ്ങളൊരു ടീമിലുള്ള ആൾക്കാരാണ്. റിഫുണ്ട്, നദൈനുണ്ട്, ഐറീനുണ്ട്, അസ്നുണ്ട്, ഞാനുണ്ട്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അസ്മിനും നെഷൊക്കെ ഉണ്ട്. പക്ഷെ ഓരോന്നും ഇപ്പോൾ എത്തിക്കണേ അതിൽ ഓരോ എവിടെയിലൊക്കെ ഇതായിട്ട്. ഇതാട്ടോ ഞങ്ങളെ രണ്ടാമത്തെ ഡാൻസിൻ്റെ ടീം. 3 ആൾക്കാരും കൂടി ഉണ്ട്. ഒരു പുറത്തു പോയിരിക്കുകയാണ്. അയക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജിൽ കയറുമ്പോൾ. എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയണേ. എന്നിട്ട് നമ്മുടെ ചുട്ടുമണിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഡാൻസൊക്കെ കാണാനിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ടെൻഷനായിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ്ങിലാട്ടോ നിൽക്കണം. ഞങ്ങൾ ഡാൻസ് വരാനും കാത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഗൈസ് അടുത്ത ഞങ്ങളെ ഡാൻസാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എൻ്റെ കുട്ടി അങ്ങനെ തന്നെ കരട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ സ്കൂളിലത്തെ ഒരു സാറുണ്ട്, ഇത് PT സാറാട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു പാട്ടാണ് പാടുന്നത് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് മാഷ് അതാ പാട്ട് പാടുന്നു. അപ്പോൾ ഞാൻ മണ്ടി പോയി നോക്കിയപ്പോൾ സാറ് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് കേൾക്കണമെന്നുണ്ട്. എന്നാൽ കേട്ടാലോ? അടുത്തത് ഞങ്ങളെ പരിപാടി തുടങ്ങാനായിട്ട് പോവുക കേട്ടോ. ഞങ്ങൾ പേരിപ്പോൾ വിളിക്കും. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ തന്നെ വരെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നുമില്ലായിരുന്നു.
സീലിംഗ് ബ്യൂട്ടി അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ഇതാട്ടോ എൻ്റെ രണ്ടാമത്തെ ഡാൻസ്. സോങ് ഞാൻ മ്യൂട്ടാക്കിയതാട്ടോ, കോപ്പിറൈറ്റ് വരും വിചാരിച്ചിട്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡാൻസ്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഡാൻസ് ആണോ അതോ ഒന്നാമത്തെ ഡാൻസ് ആണോ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് പറയണേ. ഫുള്ള് ഡാൻസ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, കട്ടായിട്ടാട്ടോ കൊടുത്തിക്കണ, കോപ്പിറൈറ്റ് വരും വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ ദൂരത്ത് നോക്കിയിരിക്കുന്നുണ്ട് താത്താൻ്റെ ഡാൻസ്. അപ്പൊ ഞങ്ങളെ തിമർത്ത് അടിപൊളിയാക്കിയിട്ട് ഞങ്ങളെ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുത്താട്ടോ. എങ്ങനെയൊക്കെ കളിച്ച് തെറ്റിക്കിട്ടിട്ട് ഇടയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിക്കണോന്ന് അറിയത്തില്ല. ഇനി ഒരു ചെറിയ ഭാഗം ഡാൻസ് കണ്ടാലോ? ഫുഡ് കഴിക്കണ ടൈമായിട്ട് നല്ല ചൂട് റൈസും ചിക്കൻ കറിയും, അത് മാത്രമല്ല ഊർക്കാപ്പുളിൻ്റെ ചാറുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടിയിട്ടില്ല. അങ്ങനെ ശാലൊക്കെ വന്ന് ഞങ്ങൾ പോവാനായിട്ടോ, എനിക്ക് ക്ഷീണം പിടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. ഗ്രൗണ്ടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഡാൻസ് കഴിഞ്ഞ് ക്ഷീണമായിട്ടോ, അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ. ഞങ്ങളൊക്കെ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്, ചെയ്യാത്തതുകൊണ്ട് വീട്ടിലേക്ക് പോകും. എന്നിട്ട് തോന്നെ കുട്ടികൾ ക്രാഫ്റ്റ്, മേക്കിങ്, കുക്കിങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതൊന്ന് ഈ വീഡിയോൻ്റെ താഴെ പറയാം. നിങ്ങൾ പറയണമൊക്കെ ഞാൻ ചെയ്യാം. വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ ചുട്ട വെയിലത്ത് തണുത്ത് എന്തെങ്കിലും ഇട്ട് നല്ല സുഖമായിക്കാരല്ലേ? എനിക്കും ഇങ്ങനെ സുഖമുണ്ടായി. എന്തെങ്കിലുമൊക്കെ തണുത്ത് കഴിക്കണം. പിന്നെ മദ്രസയിലൊക്കെ പരീക്ഷയൊക്കെ ആയിക്കാരല്ലേ? എനിക്കും പൊതുപരീക്ഷയൊക്കെയാണ്. പക്ഷെ ഭാഗ്യത്തിന് അത് കഴിഞ്ഞിക്കണം കേട്ടോ. എന്നാലുണ്ട് കുറച്ച് കുട്ടികൾക്ക് ഇനിയും ഇതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കപ്പ് നല്ല ക്ഷീണമായി. നല്ല തണുത്ത SP അവിൽമിൽക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിന് ഇതുണ്ട് കുടിച്ച് സ്വർഗം. ഇതൊക്കെ വേണ്ട ഒരു ലോലിപോപ്പും മിച്ചറൂട്ടായും ജീരക്കൂട്ടായും വാങ്ങിയിട്ടാ. ഈ കാക്കാൻ്റെ ഒരു കാര്യം, ഫോണധികം ഒന്നും കൂടി ഡെക്കറേഷൻ ചെയ്യും കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനും കഴിക്കൽ തുടങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ നേരത്തെ കഴിക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്കൊരു ചലഞ്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് കഴിക്കണ അവർക്ക് എത്ര അവിൽ മിൽക്കും മേടിച്ച് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തോറ്റിട്ടോ ഗൈസ്. ചലഞ്ച് എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ചലഞ്ച് വടി കൊടുത്ത് അടി വാങ്ങിയ മാതിരി ആയിട്ട് എൻ്റെ അവസ്ഥ. അപ്പോൾ ഓനക്കാണ് ഇതും ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞ മാതിരി കേട്ടോ ഓൻ്റെ ഒരിക്കൽ കാണുമ്പോൾ. ഞാൻ അണ്ടി പോയ അണ്ണാൻ്റെ വാരി നോക്കിയിരുന്നു. പിന്നെ ലോലിപോപ്പ് കഴിക്കാത്ത കണ്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് കഴിച്ചിട്ടോ. ഞങ്ങൾ വണ്ടി ഓട്ടോറിക്ഷയ്ക്ക് കാത്തിരിക്കുക കേട്ടോ ഇവിടെ എത്രയും നേരം. അതിൻ്റെ ഇടയിൽ ഒരു മിഠായും കൂടി മേടിച്ചിട്ടോ. സോറി, ഇതൊക്കെ ഒരു മിഠായും കൂടി വൈകി കൊടുത്തിട്ടോ ഞങ്ങൾ. അങ്ങനെ കാത്തു നിന്ന് ഒടുവിൽ വണ്ടി വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്താനായിട്ടോ. ഇത്രയും നമ്മൾ കൊച്ചു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. നമ്മുടെ ഷുട്ടുമണി ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇനി വീട്ടിൽ പോയിട്ട് നല്ല അസലായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഉണ്ടൊരു സുഖം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.